കേരളം ഇന്ന് കാണുന്ന നിലയിലെത്തിയതിന് പ്രവാസികളോടും സഹകരണ പ്രസ്ഥാനങ്ങളോടുമാണ് നാം കടപ്പെട്ടിരിക്കുന്നതെന്ന് സ്പീക്കർ എൻ ഷംസീർ. സഹകരണ മേഖലയിലെ ചെറിയ പ്രശ്നങ്ങൾ വരെ വലിയ ചർച്ചയാകും. ആ ചെറിയ പിഴവ് പോലും നാട് പൊറുക്കില്ല. സഹകരണ സ്ഥാപനങ്ങൾ തമ്മിൽ അനാവശ്യ മത്സരങ്ങൾ നടക്കുന്നുണ്ടെന്നും അത് ഒഴിവാക്കണമെന്നും സ്പീക്കർ കണ്ണൂരിൽ പറഞ്ഞു. പ്രവാസ ലോകവും സഹകരണ പ്രസ്ഥാനവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി കേരളം മാറിയതിനു പിന്നിൽ ഈ രണ്ട് സംവിധാനങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട്. മനുഷ്യരുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഇടപെടാൻ സഹകരണ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. അവിടെ ചെറിയ പോറൽ പോലും സാർവദേശീയ പ്രശ്നമായി മാറുന്നുണ്ട്. സഹകാരികൾ ഇക്കാര്യം ശ്രദ്ധിക്കണം. ചെറിയ പിഴവ് പോലും കേരള സമൂഹം പൊറുക്കില്ല. ചില പോരായ്മകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. നമ്മുടെ സഹോദരങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാസ ലോകത്തേക്ക് പോയി. അങ്ങനെ അവർ സമ്പാദിച്ച കാശ് അവർ നാട്ടിലേക്ക് അയച്ചു. ഇത് രണ്ടും ഇന്റർ കണക്റ്റഡാണ്. ഇവർ പ്രവാസ ലോകത്തേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ വേണ്ടത്ര പണം നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൽ ലഭിക്കുമായിരുന്നില്ല. സഹകരണ പ്രസ്ഥാനം ഇല്ലായിരുന്നുവെങ്കിൽ ഈ സാധാരണക്കാരുടെ സാമൂഹിക ജീവിതം മുന്നോട്ടേക്ക് പോകുമായിരുന്നില്ല. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. അങ്ങനെയാണ് കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായത്. ഇത്രയധികം സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ശക്തിയുള്ള മറ്റൊരു സംസ്ഥാനമില്ല. മനുഷ്യൻ്റെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം മേഖലയിലാണോ ഇടപെടാൻ സാധിക്കുക, അങ്ങനെ എല്ലാ മേഖലയിലും നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി സജീവമായി ഇടപെട്ടതാണ് സഹകരണ പ്രസ്ഥാനം. അതുകൊണ്ടാണ് സഹകരണ പ്രസ്ഥാനത്തിനകത്തൊരു ചെറിയ പോറലേൽക്കുമ്പം അതൊരു സാർവദേശീയ വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന സഹകാരികൾക്കറിയാം, ചെറിയ പോറലേൽക്കുമ്പോഴാണ് അത് വലിയ രീതിയിൽ ചർച്ചകൾക്ക് വിധേയമാവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സഹകാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ അത് കേരളീയ സമൂഹം പൊറുക്കില്ല എന്ന് നമ്മുടെ അനുഭവമുണ്ട്. എക്സാജറേറ്റഡായി പ്രചരിപ്പിക്കുന്ന കാര്യമാണ്, പക്ഷേ വസ്തുതകളില്ലാതെ ഒന്നും എക്സാജറേറ്റ് ചെയ്യപ്പെടില്ല. അതുകൊണ്ട് ചില പോരായ്മകളൊക്കെ നമ്മുടെ സഹകരണ മേഖലയ്ക്ക് സംഭവിച്ചിരുന്നു. തെറ്റായ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കരുതെന്നും സ്പീക്കർ പറഞ്ഞു. തുടർച്ചയായി ഒരേ ഡയറക്ടർമാർ തന്നെ തുടരുന്നത് ശരിയല്ല. ചിലർ സ്ഥാനത്ത് വന്നാൽ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടാൽ മാത്രം മാറുന്ന സ്ഥിതിയാണ്. ഒരു കാരണവശാലും സഹകരണ മേഖലയിൽ തെറ്റായ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതിൽ എല്ലാവരും ഒരേപോലെയാണ്. തർക്കം വന്ന കാര്യം, എത്ര തവണ ഡയറക്ടർ ആവാം. ചിലർ ഒരു തവണ ആയാൽ പിന്നെ വൈദ്യശാസ്ത്രം പരാജയപ്പെടുമ്പോൾ മാത്രം മാറുന്നവരാ. അത് പറ്റില്ലല്ലോ. സഹകരണ പ്രസ്ഥാനത്തിനെതിരെ മാധ്യമങ്ങളിൽ വലിയ പ്രചരണം നടന്നപ്പോഴും ഈ മേഖലയെ ജനങ്ങൾ വിശ്വസിച്ചു. 21,000 കോടി രൂപയുടെ നിക്ഷേപമാണ് സഹകരണ ബാങ്കുകളിൽ ഉണ്ടായത്. ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. സഹകരണ ബാങ്കുകൾ അവരുടെ ഉദ്ദേശലക്ഷ്യം നിറവേറ്റണം. സഹകരണ ബാങ്കുകൾ അടുത്തടുത്ത് ഒരേ സ്വഭാവത്തിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് ശരിയല്ല. സഹകരണ ആശുപത്രിക്ക് തൊട്ടടുത്ത് ലാബും ഫാർമസിയുമൊക്കെ മറ്റൊരു സഹകരണ ബാങ്ക് തുടങ്ങേണ്ട ആവശ്യമില്ല. സഹകരണ ബാങ്കുകൾ തമ്മിൽ അനാവശ്യമായ മത്സരങ്ങൾ നടക്കുന്നുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. സർക്കാർ ആശുപത്രി സംവിധാനം ഇന്ന് അതിശക്തമാണ്. അത് തകർക്കാൻ ഗൂഢനീക്കം കോർപ്പറേറ്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ട്. ഒറ്റപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് സർക്കാർ ആശുപത്രികളെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മൂടിവെക്കപ്പെടുകയാണ് ചെയ്യുന്നതെന്നും സ്പീക്കർ കുറ്റപ്പെടുത്തി. സഹകരണ വകുപ്പിന്റെ അംഗ സമാശ്വാസ നിധി ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം കണ്ണൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ AK സൈബുന്നിസ, അസിസ്റ്റന്റ് രജിസ്ട്രാർ മധു കാനോത്ത്, ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ P നിഷ, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻമാരായ T അനിൽ, CV ശശീന്ദ്രൻ, K രാജീവൻ, MK പ്രദീപ് കുമാർ, വിവിധ സർവീസ് ബാങ്ക് പ്രസിഡന്റുമാരായ KP അബ്ദുൽ നാസർ, രജിത് നാറാത്ത്, അജിത് കുമാർ KC, P പ്രമോദ് കുമാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ CP അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.